നമ്പേഴ്സ് വിത്ത് രഞ്ജിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ ടൂറിസം മേഖലയെ വളരെ അധികം ബാധിക്കുന്ന രീതിയിൽ ഒരു വൈറൽ വീഡിയോ കാണാനിടയുണ്ടായി. പലരും അതിനെപ്പറ്റി വാർത്തയുണ്ടാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തു. നമുക്ക് നാണക്കേടുണ്ടാകുന്നത്, നമ്മുടെ ബ്രാൻഡ് കേരളയ്ക്കുണ്ടാകുന്ന വിഷമതകളും എല്ലാം പലരും പറയുണ്ടായി. പല ചാനലുകളും, മുഖ്യധാര ചാനലുകളും അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകളൊക്കെ ഇതിനെപ്പറ്റി വളരെ വലിയ രീതിയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റാണ്. ഇത് സാമ്പത്തികമായി ഇങ്ങനെ ഒരു നെഗറ്റീവ് വീഡിയോ വന്നാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടന്നാൽ അതെങ്ങനെ കേരളത്തെ ബാധിക്കും, നമ്മൾ എന്തുകൊണ്ട് ടൂറിസം മേഖലയെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു കണ്ടൻറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പല ഓൺലൈൻ റിസോഴ്സസ് നോക്കുമ്പോൾ 2019 ബേസ് ലൈൻ ആണ് ഞാൻ ഈ സംസാരിക്കുന്ന നമ്പേഴ്സെല്ലാം. 2019, അതായത് പ്രീ കോവിഡ്, കോവിഡ് സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ആളുകൾ ട്രാവൽ ചെയ്തിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പോഴ്. അപ്പം ഈ പ്രീ കോവിഡ് ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ടൂറിസം റവന്യൂ കേരളത്തിന് കിട്ടിയിരുന്നത് ഏതാണ്ട് 45,000 കോടി രൂപയാണ്. അത് നമ്മുടെ ഒരു GSDPയുടെ 12% വരും. ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇത് ഒരു തൊഴിൽ ഒരു തൊഴിലവസരം കൊടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മേഖല, വ്യവസായം വരുന്നില്ല, അല്ലെങ്കിൽ വരുന്ന വ്യവസായത്തിനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട്, വളരെ സ്ട്രോങ് യൂണിയനൈസേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സമയത്താണ് നമ്മൾ ഒരു സസ്റ്റൈനബിളായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റെഗുലറായിട്ട് ഇൻകം കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂറിസം, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പേരിട്ട് നമ്മൾ ഒരു ബ്രാൻഡ് കേരള സൃഷ്ടിച്ചിരുന്ന ആഗോളതലത്തിൽ തന്നെ ഒരുപക്ഷെ. അപ്പോൾ ഇതിന് വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഈ പറയുന്ന വീഡിയോ, അത് ഇംഗ്ലീഷിലാണെന്ന് നമ്മൾ ആലോചിച്ചോളണം. അപ്പോൾ ഈ കുട്ടി പറയുന്നത്, ജാൻവി എന്ന മറ്റാണ് പേര്, ആ കുട്ടി പറയുന്നത് കേരളത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു ടൂറിസം സാധ്യതയുണ്ട്, വളരെ ശക്തമായ ഒരു പുള്ളുണ്ട്, അട്രാക്ഷനുണ്ട്, ബ്രെത്ത് ടേക്കിംഗ് വ്യൂസാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ സേഫ് അല്ല. അതായത് അവർ ഒരു റൈഡ് ഹെയിലിംഗ് ആപ്പ് ഉപയോഗിച്ച് ഒരു ടാക്സി പറഞ്ഞപ്പോൾ അവരെ പിന്തുടർന്ന്, അല്ല ഈ റൈഡ് ഹെയിലിംഗ് ആപ്പിലെ ആളുകളല്ലാത്ത യൂണിയനൈസ്ഡ് ആയിട്ടുള്ള ടാക്സി ഡ്രൈവർമാർ നിർബന്ധമായി അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവരുടെ യാത്ര നിർത്തി തിരിച്ചു പോകേണ്ട രീതിയിലായി. അതിനകത്ത് പോലീസ് പോലും അവരെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതും ആലോചിച്ചോളണം, നമ്മുടെ റൈഡ് ഹെയിലിംഗ് ആപ്പിൻ്റെ ഒരു റൈറ്റ് ടു ലൈവ്ലിഹുഡ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ടാക്സി ഡ്രൈവേഴ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിലാണ്. അപ്പം പോലീസ് വന്നിട്ട് പോലും അങ്ങനെ ഒരു ഹെൽപ്പോ സപ്പോർട്ടോ അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഈ ആക്ഷേപം വളരെ വൈറലായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അനുബന്ധമായിട്ടുള്ള ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി പെർസേ, ഈ ഹോട്ടലും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും, അതുപോലെ തന്നെ F&B, ആഹാരത്തിൻ്റെ റെസ്റ്റോറൻറ്റ്സും F&B സപ്ലൈ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ, ഈ ടാക്സിയും ബസ്സിൻ്റെ വാടക എടുക്കുന്ന ട്രാൻസ്പോർട്ട് സെക്ടർ, റീറ്റെയിൽ, കൊച്ചു കടകൾ, ഹാൻഡിക്രാഫ്റ്റ്സ് മുതൽ, അതുപോലെ ഇവൻറ്റ്, മീറ്റിങ്ങും ഇതുപോലെ എക്സിബിഷൻസും കോൺഫറൻസസും മറ്റുമൊക്കെ നടക്കുന്ന MICE എന്ന് പറയുന്ന ഇവൻറ്റ്സ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ IT ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഒക്കെ എല്ലാ അനുബന്ധ മേഖലയാണിത്. അപ്പോൾ ഇതിനെയൊക്കെ ഈ പറയുന്ന ഇമ്പാക്റ്റ്, ഒരു ടൂറിസത്തിലൊരു കുറവ് വന്നാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന മേഖലകളാണ്.
ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഹെൽത്ത് ടൂറിസം ഒരു മേജർ റവന്യൂ മോഡലാണ്. ആളുകൾ ഈ വിദേശത്തൊക്കെ വളരെ വലിയ വെയിറ്റിംഗ് പീരീഡ് ഉള്ളപ്പോൾ ഇവിടുത്തെ വലിയ വലിയ ആശുപത്രികളുള്ള സമയത്ത് അവരിവിടെ വരികയും അപ്പോൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ എക്കോണമിയാണ്. നമുക്കറിയാം ഒരു 45,000-50,000 കോടിയുടെ ഒരു എക്കോണമി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോക്ക് ഇഫക്റ്റ് എന്താ? ആളുകൾ വരാതാവും. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 ലക്ഷത്തോളം പേരുടെ ജോലി സാധ്യത ഇല്ലാതാകും. കൺസംഷൻ, വരുമാനം കുറയുമ്പോൾ കൺസംഷൻ കുറയും. നമുക്കിപ്പോൾ അറിയാം ഒരു ആളുകളുടെ വരുമാനം കൂടിയപ്പോൾ എങ്ങനെ കൺസംഷൻ കൂടി, GST വരുമാനം കൂടി എന്നൊക്കെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. അതാണ് ഈ കൺസംഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് ഡിമാൻഡ് കുറയുകയും കേരളത്തിൻ്റെ റവന്യൂ കുറയുകയും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡിന് ഡാമേജ് ഉണ്ടാകും, ഇൻവെസ്റ്റ്മെൻറ്റിന് ആളുകൾ വരുന്നത് കുറയും. ഇങ്ങനെയുള്ള ഒരു വലിയ നഷ്ടമാണ് ഇക്കോണമിക്ക് ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വാസ്തവം പറയാൻ വളരെ വേദനാജനകമായി തോന്നിയത് ഇതിൻ്റെ മിനിസ്റ്റർ റിയാസ് പറഞ്ഞൊരു കമൻ്റാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ കമ്മ്യൂണൽ വയലൻസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ പീസ്ഫുള്ളായിട്ടുള്ള കേരളത്തിൽ എത്തുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. എന്താ പറയുക, ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണോ നമ്മുടെ സംസാരം? ഇവിടുത്തെ ഒരു ടൂറിസം കൾച്ചർ ഉണ്ടാകണം, ഈ ടൂറിസം ബേസ്ഡ് എക്കോണമി ഉണ്ടാകണം. നമ്മുടെ വലിയ തോതിലുള്ള ഒരു ഇൻഡസ്ട്രീസ് നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വെൽനെസ്സും ടൂറിസവും എഡ്യൂക്കേഷനും ഒക്കെയുള്ള സർവീസ് ചെയ്യുന്ന ഒരു മേഖലയായിരിക്കണം. അല്ലാതെ അന്യരാജ്യങ്ങളിൽ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണോ ഒരു മന്ത്രി ചെയ്യേണ്ടത്? വാസ്തവം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി. ആ ഒരു രീതിയിലല്ല നമ്മളിതിനെ കാണേണ്ടത്. കുറേ കൂടെ മെച്യൂർഡായിട്ട് ഇതിനെ കാണണമായിരുന്നു. അന്വേഷണം നടത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാർത്ത ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. അങ്ങനെയല്ല, ഇതിനകത്ത് നടപടി എടുത്തിരിക്കണം. കാരണം ഒരു കോടതി നിർദ്ദേശമുള്ള അല്ലെങ്കിൽ വളരെ വ്യക്തമായ കോടതി ഓർഡറുള്ള കാര്യത്തിന് ഇങ്ങനെ ഒരു മിലിറ്റൻ്റായിട്ടുള്ള ഇത് ഫസ്റ്റ് ടൈം അല്ല. ഇത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഒരു വൈറൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഈ ഒരു യൂണിയനൈസ്ഡ് ആയിട്ടുള്ള ഇതുകൊണ്ട് ഈ യൂണിയൻ കാരണം പല സംരംഭങ്ങളും വെളിയിൽ പോയിട്ടുണ്ട്. ഇനി അത് കാരണം നമ്മുടെ ഒരു മേജർ റവന്യൂ ഏണറായിട്ടുള്ള ടൂറിസവും കൂടെ പോകരുത് എന്നുള്ളതാണ്. അതിന് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് പ്രവർത്തിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.